നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഈ നശൂലം പിടിച്ച ഇതായിട്ട് നടക്കരുതെന്ന്. സ്കൂൾ തുറക്കാൻ ഇനി 10 ദിവസം കൂടെ ഉള്ളു. അപ്പൊ തന്നെ എല്ലാം അവിടെ കാണിച്ചു വെച്ചിട്ട് എന്റെ ചൂച്ചുപാണി പോയി പോട്ടെ. അല്ല പിന്നെ കേറകത്ത് ഇവിടെ ഇനി ഇരുന്നാ മതി കേട്ടോ. ടീ വെച്ച് തരാം. എന്റെ ഒരു സൈക്ലോഡീര് മിണ്ടരുത് ഇവിടെ, മിണ്ടരുത്. എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ ആ സൈക്കിളുമായിട്ട് പോവരുതെന്ന്. എന്നാ അടങ്ങി ഒതുങ്ങി ഇത് കണ്ടോണ്ടിരുന്നോണം ഇവിടെ. ആ അതെ അതെ. ഇവിടെ ഇത് എത്രാമത്തെ പ്രാവശ്യമാടാ ഈ സിനിമ കാണുന്നേ? നിനക്ക് മടുപ്പില്ലേ? ഞാൻ കാണുന്നത് അമ്മയ്ക്കെന്നാ. ഇവിടെ നിന്റെ കഥ നിനക്ക് അറിയാവുന്നല്ലേ, വേറെ എന്തെങ്കിലും വെച്ചുകൂടെ? തലവേദന എടുക്കുക കേട്ട് കേട്ട്. മഴയാണെന്ന് പറഞ്ഞാല പുറത്തേക്കും വിടത്തില്ലേ, ഇഷ്ടമുള്ളത് കാണാനും ശ്രമിക്കത്തില്ല. ആണോ? എന്റെ കാലെ പിടിച്ചാൽ ഞെക്കും ഞാൻ. മര്യാദയ്ക്ക് ഇരുന്നോണം. എടി കൊച്ചിനെ പറ്റി സൈക്കിളിൽ നിന്ന് വീണെന്ന് പറഞ്ഞാൽ അവനോട് മൂങ്ങിക്കൊണ്ടിരിപ്പുണ്ടല്ലോ. പിള്ളേരാകുമ്പോ സൈക്കിളിൽ നിന്ന് വീഴും, അതിനിപ്പോ എന്ത് ചെയ്യാനായിട്ടാ? എന്നാ ശരി, എന്നാ നീ അവന് സൈക്കിൾ എടുത്ത് കൊടുക്ക്, വെറുതെ TV കാണിക്കാതിരിക്കാതെ. ആ സൈക്കിളും കൊടുത്ത് അവനെ ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴേക്ക് ഈ പോകുന്ന ബൈക്കാരെല്ലാരും നമ്മളെ ചീത്ത വിളിക്കുക. നിങ്ങൾക്ക് അതൊന്നും അറിയണ്ടല്ലോ. പിന്നെ സൈക്കിൾ പിന്നെ പെരക്കാത്തോട് ചവിട്ടാൻ പറ്റുമോ? ഇനി കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും. അപ്പൊ പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കാലോ. ഞാൻ ഇവന്റെ പുറകെ ഓടി ഓടി ഞാൻ മടുത്തു. അടുത്ത സ്വരം വരുന്ന ഓ. അപ്പൊ എങ്ങനെയാ? ഇതിന്റെ ഫ്രണ്ടില് എന്നിട്ട് ദീർഘം, അടുത്തത് ഓ. ഇതൊക്കെ ഞാൻ പഠിച്ചതല്ലേ അമ്മ? ശരിയാ, ഒന്നിൽ ഇതൊക്കെ പഠിച്ചതാണല്ലേ. എന്നാ ഒന്ന് എഴുതിയേ. കോട്ടയത്ത് ഇന്ന് മഴയുണ്ട് എഴുതും. വാ പൊളിച്ചിരിക്കാനല്ലേ, എഴുതടാ. അമ്മ കോട്ടയത്തിന്റെ കോയ എങ്ങനെയാന്നല്ലേ? എല്ലാം 1ാം ക്ലാസ്സിൽ പഠിച്ചതല്ലേ. കേയും കോയും കീന്നൊക്കെ പറഞ്ഞ് പഠിച്ചതല്ലേ. അങ്ങ് എഴുത്. കഴിഞ്ഞോ? ഇത് സ്കൂൾ തുറപ്പിന്റെ അന്ന് ഇതുപോലെ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോ വായും പൊളിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ ടീച്ചേഴ്സ് വെക്കേഷൻ സമയത്ത് ഹോംവർക്ക് തരുന്നത്. അപ്പൊ അവനെല്ലാം പഠിച്ച്. അടുത്തത് ഇതെന്നാടാ ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് എഴുതിയേക്കുന്ന? കൊടിലിയോ? മര്യാദക്ക് എഴുതിക്കേണ്ടത് മൊത്തം. മടുത്തു. ഈ മഞ്ഞുമൽ ബോയ്സ് കാണാൻ എത്ര നേരം വന്നാലും നിനക്ക് മടുപ്പില്ലല്ലോ. അമ്മ തുടങ്ങി, ഞാൻ എഴുതിക്കോളാം. പൈസയൊക്കെ ഉണ്ടല്ലോ, 1000 രൂപ. ഞാൻ ഇത് ചിട്ടിക്ക് അടയ്ക്കണേ. ഇനിയിപ്പോ കൊച്ചിന് സ്കൂൾ പോകാറപ്പോ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം വല്ലോ അറിയണോ? ഞാൻ ഈ മിച്ചം പിടിച്ച് ഉണ്ടാക്കണ്ടേ? അപ്പൊ തരത്തില്ല. ഇവിടെ നിന്നെങ്ങാനും പൈസ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്റെ പേഴ്സിൽ നീ എടുത്ത ലക്ഷങ്ങൾക്കൊന്നും ഞാൻ ഇതിലായിട്ട് കണക്ക് ചോദിച്ചിട്ടില്ല. എനിക്ക് കളിക്കണം. സ്കൂളിൽ പോകാൻ സാധനമൊക്കെ മേടിക്കണ്ടേ? എന്നാ വാ. അവിടെ ചെന്നിട്ട് വില കൂടിയ സാധനം എടുത്തിട്ട് അവിടെ നിന്ന് കറണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ആ കടയിൽ ഇട്ടിട്ട് പോരും കേട്ടോ. എന്നാ വെച്ചേ? ഓ എന്റെ മോളെ, മഴയല്ലേ, തെന്നി അടിച്ച് വീണ് ആശുപത്രിയിൽ പോണം. ഒരു 500 രൂപ കാട്ടിയേ. പൈസ വേനിച്ചിട്ടാ മോളെ. പൈസയൊക്കെ തിരിച്ച് തരാം. നോക്കട്ടെ. നല്ല വരും മോളെ, നല്ലത് വരും. ആർക്കാടി നീ ഇപ്പൊ പൈസ കൊടുത്തേ? അതാ അമ്മണിക്ക്. എടി അവർ ഓരോ ഉടായ്പ പറഞ്ഞ് പൈസ വാങ്ങിച്ചോണ്ട് പോകുന്ന. അതിന് കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പൈസ ചോദിക്കുമ്പോഴാണല്ലോ നിനക്ക് വലിയ. വേണ്ട, വീട്ടിൽ റെയിൻകോട്ട് ഉണ്ട്, അത് മതി. എനിക്കിത് മതി. കൊള്ളാലോ. പിന്നെ 900 രൂപയോ? 900 രൂപയ്ക്ക് വെള്ളമൊന്നും കുടിക്കണ്ട. എടാ ഇത് ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. എന്നാത്തിനാ ഇത്? നീ ഇത് കണ്ടിട്ട് എടുത്തായിരിക്കും അല്ലേ? നിന്റെ 1ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ തന്നെ 2ാം ക്ലാസ്സിലും. ഇത് വേണോ? പിന്നെ കാറ്. ഇതെങ്ങനെയുണ്ട്? കളർഫുള്ളാ.
എന്നാ നീ തന്നെ എടുക്ക്. അമ്മ ഇത് മതി. ആ നിന്നെ പോലെ തന്നെയുണ്ട്. ഇതിനകത്ത് ഏത് ചോറ്റുപാത്രം ഇടാ വേണ്ടേ? ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ഇതാണ്ട് ഇത് മതി. എടാ നിന് തീറ്റ ഉള്ള വീട്ടിലാന്നല്ലോ അറിയട്ടെ, കൊണ്ട കളഞ്ഞാലും കുഴപ്പമില്ല. അമ്മ എനിക്ക് ഇത് മതി. നിനക്കും എനിക്ക് ഉപകാരമുള്ളൊരു സാധനം ഞാൻ എടുക്കട്ടെ? എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അമ്മ ഒരു ജ്യൂസ്. അതൊന്നും ബഡ്ജറ്റിൽ ഇല്ലാത്തതാ. ഓ 2344 രൂപ. വെറുതെ അല്ല, നല്ല മാർക്ക് പിടിച്ചാൽ കയ്യിലോട്ട് തരും. കാണാം. ഇത് തന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ടേണിംഗ് പോയിന്റാ. ഓ ഇനി 2ാം ക്ലാസ്സിലോട്ടാന്ന്. ക്ലാസ് റൂമിൽ കിടന്ന് ഒച്ച വയ്ക്കുകയൊന്നും ചെയ്യരുത്, ടീച്ചറിനെ കൊണ്ട് വഴക്കൊന്നും കേൾപ്പിക്കരുത് കേട്ടോ. മഞ്ഞുമല്ല ടീംസാ. அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா? டெவில்ஸ் கிச்சன். കനത്ത മഴയെ തുടർന്ന് 11 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, പാലക്കാട് ജില്ലകളിലാണ് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ Subscribe my channel.